ഗുണങ്ങൾക്കും നാമരൂപങ്ങൾക്കും അതീതനായി ഒരേ ഒരു ദൈവം മാത്രമേ ഉള്ളൂ. പരമാണുവിൽ തുടങ്ങി പരിണമിച്ച് ജീവൻ പരമാത്മാവിൽ ലയിക്കുന്ന പൂർണ്ണതയുടെ ശാസ്ത്രമാണ് ആർഷഭാരത സംസ്കാരം അഥവാ സനാതനധർമ്മം. ഏകനായ പരബ്രഹ്മം തന്നിൽ നിന്നും സ്വയംഭൂവായി പ്രകടമാവുന്ന മനുവിൽ കൂടിയാണ് സൃഷ്ടി നടത്തുന്നത്. വേദങ്ങളിലെ പുരുഷനും ബൈബിളിലെ ആദവും മാനവരാശിയുടെ ആദി പിതാവായ മനുവിന്റെ തന്നെ വ്യത്യസ്ത നാമധേയങ്ങൾ മാത്രം. അണു മുതൽ അഖണ്ഡം വരെ പരിണമിച്ച് പൂർണ്ണത പ്രാപിക്കുന്ന ഒരു കാലഗണനയാണ് മനുവിൽ കൂടിയും മന്വന്തരത്തിൽ കൂടിയും ഭാരതം ലോകത്തിന് നൽകുന്നത്. ഇവിടെ വിവക്ഷിക്കുന്ന മനു മനുസ്മൃതിയുടെ രചയിതാവായ മനുവല്ല. മനു ഒരു സൗരയൂഥത്തിന്റെ സൃഷ്ടികർത്താവാണ്. അങ്ങനെയുള്ള 14 മനുക്കളുടെ സമയത്തെയാണ് ഒരു കൽപ്പകാലം എന്ന് പറയുന്നത്. ഓരോ യുഗത്തിലും ദൈവം ഗുരുരൂപമായി അവതരിച്ച് മാനവരാശിയെ ധർമ്മത്തിന്റെ പാതയിലേക്ക് നയിക്കുന്നു. ഇതാണ് യുഗധർമ്മം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഭാരതത്തെ മതസഹിഷ്ണുതയുടെ പവിത്ര ഭൂമിയാക്കി മാറ്റുന്നത് ഈ ആത്മീയ വീക്ഷണം. ഗുരു ശിഷ്യ സമ്പ്രദായത്തിന് അടിസ്ഥാനമായിരിക്കുന്ന തത്വസംഹിതയായി ഇത് രൂപം കൊണ്ടു. ഭാരതത്തിന്റെ അതിപുരാതനമായ സംസ്കാര പാരമ്പര്യം ഗുരു ശിഷ്യ ബന്ധത്തിൽ അധിഷ്ഠിതമാണ്. യുഗങ്ങളും മന്വന്തരങ്ങളും പലതും കടന്നുപോയി. ഈ മന്വന്തരത്തിന്റെ 3ാമത്തെ ചതുർയുഗത്തിൽ സനാതനധർമ്മത്തിൽ ദൈവഹിതത്തിനെതിരായി വലിയ ഒരു തെറ്റ് സംഭവിച്ചു. മനുപരമ്പരയിലെ ഒരു ആചാര്യൻ ബ്രഹ്മസാക്ഷാത്കാരത്തിന്റെ പരമകാഷ്ഠയിൽ താൻ സ്വയം ബ്രഹ്മമെന്ന് തെറ്റിദ്ധരിച്ചു. അദ്ദേഹം പറഞ്ഞു, അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാണ്. ഇതിന്റെ ഫലമായി ദൈവത്തിൽ നിന്നും ഒരു ശാപമുണ്ടായി. മനുവും മനു പരമ്പരയും
വിസ്മൃതിയിലാണ് പോയി. ഈ ശാപത്തിന് ശേഷം അടുത്ത 3 ചതുർയുഗങ്ങൾ അന്ധകാരാവൃതമായി കടന്നുപോയി. ദീർഘമായ 25 ചതുർയുഗങ്ങൾക്ക് ശേഷം 28ാമത് ചതുർയുഗത്തിലെ കലിയുഗത്തിൽ മാനവരാശി ഇപ്പോൾ എത്തി നിൽക്കുന്നു. ഹീനമായ ആരാധനാ സമ്പ്രദായത്താൽ പുണ്യവും ഭാഗ്യവും നഷ്ടപ്പെട്ട് മനുഷ്യർ മൃഗതുല്യരായി. അടിമത്തവും അധാർമികതയും അവരുടെ കൈമുതലായി. അബദ്ധസഞ്ചാരം ചെയ്യുന്ന മാനവരാശിയെ ധർമ്മത്തിന്റെ പാതയിലേക്ക് നയിക്കുവാനായി കലിയുഗത്തിന്റെ ആരംഭം തൊട്ട് 2444 മഹാത്മാക്കളെ ദൈവം ഭൂമിയിലേക്ക് അയച്ചു. ശ്രീകൃഷ്ണനും ശ്രീബുദ്ധനും മോസസും യേശുക്രിസ്തുവും മുഹമ്മദ് നബിയും മറ്റനേകം മഹാത്മാക്കളും മാനവരാശിയെ ധർമ്മത്തിന്റെ പാതയിലേക്ക് നയിക്കുവാൻ പരിശ്രമിച്ചു. കഴിഞ്ഞ 25 ചതുർയുഗങ്ങളായി മാർഗഭ്രംശം സംഭവിച്ചു നിൽക്കുന്ന സൂക്ഷ്മരൂപികളും യോഗഭ്രഷ്ടരും സാത്താനും ജിന്നുകളുമെല്ലാം ഈ മഹാത്മാക്കളുടെ ദൗത്യത്തെ പരാജയപ്പെടുത്തി. അങ്ങനെ ഈ കലിയുഗത്തിൽ പ്രാവർത്തികമാകേണ്ടിയിരുന്ന യുഗധർമ്മം നടപ്പിലാക്കാൻ സാധിക്കാതെ വന്നു. സത്യം, സ്നേഹം, വിനയം, ക്ഷമ, കാരുണ്യം, ഭക്തി എന്നീ സദ്ഗുണങ്ങൾ നഷ്ടപ്പെട്ട് ജീവിത ലക്ഷ്യം പോലും മറന്നു ജീവിക്കുന്ന മാനവ സമൂഹത്തെ വീണ്ടും ഏകദൈവ വിശ്വാസത്തിലേക്കും അതിലൂടെ സുഹൃതത്തിലേക്കും നയിക്കുവാൻ അനവധി മഹാത്മാക്കളും സപ്ത ഋഷികളും തപസ് ചെയ്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവരുടെ പ്രാർത്ഥനയുടെയും യാചനയുടെയും ഫലമായി ബ്രഹ്മം ഒരു മഹാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ചു. ആ മഹാഗുരുവാണ് നവജ്യോതി ശ്രീ കരുണാകര ഗുരു. 1926 ശ്രീകൃഷ്ണനാൽ അനുഗതനായി ഒരു അതിമാനസ ചേതസ് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതായി മഹർഷി അരവിന്ദ് ഘോഷ് ദർശനത്തിൽ കണ്ടതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനുശേഷം 10ാമത്തെ മാസം 1927 നവജ്യോതി ശ്രീ കരുണാകര ഗുരു പൂജാതനാകുന്നത്. നിരവധി ദേവീദേവന്മാരും മഹാത്മാക്കളും പ്രവാചകന്മാരും അവരുടെ പരമ്പരയും തൻ്റെ ഉദരത്തിലിരിക്കുന്ന ബ്രഹ്മസ്വരൂപനായ ഗുരുവിന് മുമ്പിൽ പ്രണാമങ്ങൾ അർപ്പിക്കുന്നത് ആ മാതാവ് കണ്ടു. 1927 സെപ്റ്റംബർ 1 ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ ചന്തിരൂർ ഗ്രാമത്തിൽ ശ്രീമതി കാത്യായനിയുടെയും ശ്രീ ഗോവിന്ദന്റെയും മകനായി ഗുരു പൂജാതനായി. 13ാം വയസ്സിൽ തന്നെ ഗുരുവിന്റെ ത്യാഗനിർഭരമായ ആത്മീയ ജീവിതം ആരംഭിച്ചു. അസമത്വങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരായി ശബ്ദമുയർത്തിയ ശ്രീനാരായണ ഗുരുവിന്റെ ആശ്രമത്തിൽ നിന്നായിരുന്നു തുടക്കം. ആധ്യാത്മിക പാതയിൽ ഗുരുവിനെ മുന്നോട്ട് നയിക്കുവാൻ ആരുമുണ്ടായിരുന്നില്ല. ആത്മീയതയിൽ വഴിമുട്ടി നിന്ന ദിവസങ്ങൾ. ഗുരു ശിവഗിരിയുടെ അരുവിപ്പുറത്തുള്ള ബ്രാഞ്ച് ആശ്രമത്തിൽ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ദിവസം സമീപത്തുള്ള കൊടിതൂക്കി മലയിൽ കയറി 41 ദിവസം പ്രാർത്ഥിക്കുവാൻ ഗുരു തീരുമാനിച്ചു. 40ാമത്തെ ദിവസം ധ്യാനനിരതനായിരിക്കുമ്പോൾ ഒരു അഭൗമ പ്രകാശ വലയത്തിൽ ഋഷി സായിബാബ ഗുരുവിന് മുമ്പിൽ പ്രത്യക്ഷമായി. ഗുരുവിന്റെ ആദ്യ ദർശനം. ഈ അനുഭവത്തിന്റെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഗുരുവിന് തന്റെ ആത്മഗുരുവിനെ കണ്ടെത്താൻ സാധിച്ചു. തിരുവനന്തപുരം ഭീമാപ്പള്ളിക്ക് സമീപം താമസിച്ചിരുന്ന സൂഫി സന്യാസിയായിരുന്ന ഖുറൈഷി ഫക്കീർ എന്ന പട്ടാണി സ്വാമിയായിരുന്നു അത്. ത്യാഗത്തിന്റെയും കഷ്ടപ്പാടുകളുടെയും നീണ്ട 17.5 വർഷങ്ങൾക്ക് ശേഷം വർക്കല ശിവഗിരിയുടെ അടുത്തുള്ള ഒരു കുന്നിൽ ചെറിയ ഒരു ആശ്രമം സ്ഥാപിച്ച് ഗുരു അവിടെ കഴിഞ്ഞു. ശാന്തിയിരുന്ന കുന്നിനെ ശാന്തിഗിരി എന്ന് വിളിക്കപ്പെട്ടു. 1964 പോത്തൻകോട് വിജനമായ സ്ഥലത്ത് ഒരു കൊച്ചു പർണശാല കെട്ടി ഗുരു ശാന്തിഗിരി ആശ്രമത്തിന്റെ തുടക്കം കുറിച്ചു. ബ്രഹ്മത്തിൽ നിന്നും ഗുരുവിന്റെ ജീവിത ദൗത്യത്തെക്കുറിച്ചുള്ള അറിയിപ്പുകൾ അശരീരിയായി ദർശനമാധ്യമത്തിലും ലഭിക്കുവാൻ തുടങ്ങി. ബ്രഹ്മത്തിൽ നിന്നും വചനമുണ്ടായി. ഞാൻ യുഗാന്തരങ്ങളായി ആഗ്രഹിച്ച കാര്യം സഫലമായി. ഈ യുഗത്തിന്റെ മോചന മന്ത്രമായി അഖണ്ഡനാമം പ്രകാശത്തിൽ നിന്നും ലഭിച്ചു.
അഖണ്ഡ നാമജപത്തിലൂടെ തീരാവ്യാധികൾക്കും വിഷമങ്ങൾക്കും ശമനം ലഭിച്ചു. മഹാഗുരു മന്ത്രം വിശ്വാസികളെ ശാന്തിയിലേക്കും സമാധാനത്തിലേക്കും എല്ലാവിധ നന്മയിലേക്കും ഐശ്വര്യത്തിലേക്കും നയിച്ചു. മനുവിന്റെ കാലഗണന പുനഃസ്ഥാപിച്ച് സനാതന ധർമ്മത്തിൽ വന്നു ചേർന്ന കലർപ്പുകളും തെറ്റുകളും തിരുത്തി ആത്മീയ അന്ധതയിലും അനാചാരത്തിലും ആണ്ടുപോയ മാനവരാശിയെ ഋഷി സംസ്കാരത്തിന്റെ ഉത്തുംഗ ശൃംഗത്തിലേക്ക് ഉയർത്തുവാൻ ഗുരു ശ്രമിച്ചു. ജാതിയുടെയും മതത്തിന്റെയും സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥകൾക്കും വിവേചനങ്ങൾക്കും അപ്പുറത്ത് ഒരു നവമാനവ സമൂഹത്തിന് അടിസ്ഥാനമിട്ട് 1999 മെയ് 6 ഗുരുവിന്റെ ദേഹവിയോഗം സംഭവിച്ചു. ഗുരുവിന്റെ ദേഹവിയോഗത്തിനെ ആദിസങ്കല്പത്തിൽ ലയിച്ചു എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ആത്മീയതയിൽ 7 അവസ്ഥയെങ്കിലും കടന്നുപോയിട്ടുള്ള ഒരു ജ്ഞാനിയായ ഗുരുസ്ഥാനീയൻ അല്ലെങ്കിൽ ഗുരുസ്ഥാനീയ ഈ ഗുരു പരമ്പരയെ മുന്നോട്ട് നയിക്കും. ഗുരുവിന്റെ ഈ പ്രവചനത്തിന്റെ സാക്ഷാത്കാരമാണ് ഗുരുസ്ഥാനീയയായി ഇന്ന് ശാന്തിഗിരി ഗുരു പരമ്പരയെ നയിച്ചുകൊണ്ടിരിക്കുന്ന ശിഷ്യ പൂജിത അമൃതജ്ഞാന തപസ്വിനി. ഇടുക്കി ജില്ലയിലെ കല്ലാറിൽ ജനിച്ച ശിഷ്യ പൂജിതയ്ക്ക് ബാല്യത്തിൽ ആത്മീയ ദർശനങ്ങൾ പ്രാപ്തമായി. ദർശനത്തിൽ കൂടി ഗുരുവിനെ തിരിച്ചറിയുകയും 9-ാം വയസ്സിൽ ഗുരുവിനെ അനുഗമിച്ച് ശാന്തിഗിരിയിൽ ആശ്രമ ജീവിതം നയിക്കുകയും ചെയ്തു. ഗുരുവുമായുള്ള ജന്മാന്തര ബന്ധത്തിൽ കൂടിയും ത്യാഗനിർഭരമായ ആശ്രമ ജീവിതത്തിൽ കൂടിയും ആത്മീയ അവസ്ഥകൾ പൂർത്തിയാക്കിയ ശിഷ്യ പൂജിത മാനവരാശിയെ ഗുരുവിന്റെ പന്ഥാവിലേക്ക് നയിക്കുന്നു. സമൂഹത്തിന്റെ ഉന്നമനത്തിനായി ഗുരു 3 മാർഗങ്ങൾ നിർദ്ദേശിച്ചു. അതാണ് അന്നദാനവും ആതുര സേവനം, അതിൽ കൂടിയുള്ള ആത്മബോധനം. വിശക്കുന്നവർക്ക് ആഹാരവും രോഗപീഡിതരായവർക്ക് ആശ്വാസവും ആത്മീയ അന്ധതയിൽ കിടക്കുന്നവർക്ക് വെളിച്ചവും നൽകുവാൻ വേണ്ടി ഗുരു സ്വന്തം ജീവിതം ബലികഴിച്ചു. ഗുരുവിന്റെ ഈ സേവന സങ്കല്പത്തെ ക്രിയാന്വിതമാക്കാൻ ആരോഗ്യം, വിദ്യാഭ്യാസം, വിവിധ ഗ്രാമോദ്യോഗങ്ങൾ തുടങ്ങി വിവിധ രംഗങ്ങളിൽ ശാന്തിഗിരി ആശ്രമം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആശ്രമാങ്കണത്തിൽ ആദ്യമായി നമ്മൾ നയിക്കപ്പെടുന്നത് പ്രാർത്ഥനാലയത്തിന് മുമ്പിലാണ്. പ്രാർത്ഥനാലയം ആശ്രമത്തിലെ എല്ലാ ആത്മീയ കർമ്മങ്ങളുടെയും കേന്ദ്രബിന്ദുവാണ്. ഇതിന്റെ പ്രതിഷ്ഠ 1989 ഫെബ്രുവരി 10 നവജ്യോതി ശ്രീ കരുണാകര ഗുരു നിർവഹിച്ചു. സൃഷ്ടിയുടെ രഹസ്യമാണ് പ്രതീകാത്മകമായി പ്രാർത്ഥനാലയത്തിൽ പ്രാണപ്രതിഷ്ഠയായി പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത്. ഗുരുവിന്റെ ഹൃദയത്തിൽ നിന്നും ഉദ്ഭവിക്കുന്ന ഓംകാരധ്വനി ഈ ദൃശ്യപ്രപഞ്ചത്തെ പ്രകടമാക്കുന്നു. ബ്രഹ്മം പ്രഥമജാതനായി ആദിഗുരു സ്വരൂപമായി പത്മമധ്യത്തിൽ വിരാജിക്കുന്നു. പ്രാർത്ഥനാലയത്തിന് മുമ്പിൽ ഒരു കുംഭത്തിന് ചുറ്റും പ്രാർത്ഥനാ നിരകളായി മഹാത്മാക്കളുടെ ചിത്രം കാണുന്നു. മാനവരാശിയെ ഏകദൈവ വിശ്വാസത്തിലേക്കും ശാന്തിയിലേക്കും സമാധാനത്തിലേക്കും നയിക്കുവാൻ പ്രാപ്തമായ ഒരതിമാനസ തേജസ്സിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണിത്. ആ പ്രാർത്ഥനയുടെ ഫലമായി ബ്രഹ്മം ഗുരുവിനെ ഭൂമിയിലേക്ക് ആനയിച്ചു. ശാന്തിഗിരി എല്ലാ മതങ്ങൾക്കും സമ്പ്രദായങ്ങൾക്കും ആശാകേന്ദ്രമാണ്. താമര പർണശാല
ശ്രീ കരുണാകര ഗുരു പോത്തൻകോട് വന്ന് ആദ്യം ഒരു കൊച്ചു പർണശാല സ്ഥാപിച്ചത് ഇവിടെയാണ്. ഇവിടെ ഒരു ദീപം തെളിയിച്ച് ഗുരു മഹത്തായ തന്റെ ദൗത്യത്തിന് തുടക്കം കുറിച്ചു. ഗുരു തെളിയിച്ച ദീപം കെടാവിളക്കായി ഇന്നും പർണശാലയിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇരുന്നു കൊണ്ട് ആയിരക്കണക്കായി വന്ന ശിഷ്യരെ അവരുടെ ദീനതയിൽ നിന്നും ജീവിത വൈഷമ്യങ്ങളിൽ നിന്നും രക്ഷിച്ച് ഗുരു അവരിൽ ജ്ഞാനദീപം തെളിയിച്ചു. ജാതി മത വർണ്ണ വർഗ വ്യത്യാസങ്ങളില്ലാതെ ഗുരു അവർക്ക് സംരക്ഷണം നൽകി. തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് സാമ്പത്തിക ഭദ്രതയും സാമൂഹ്യ സുരക്ഷയും പ്രദാനം ചെയ്തു. ഒരു പുതിയ ആത്മീയ പന്ഥാവ് സൃഷ്ടിച്ച് അവരെ മതത്തിന്റെയും ജാതിയുടെയും മതിൽക്കെട്ടുകളിൽ നിന്നും മുക്തരാക്കി. കുടുംബജീവിതത്തിന്റെ ഉത്കൃഷ്ടമായ നന്മയിലേക്ക് നയിച്ച് വൈകല്യങ്ങളില്ലാത്ത ഒരു പുത്തൻ തലമുറയെ ജനിപ്പിക്കുവാനുള്ള അറിവ് നൽകി. അങ്ങനെ ഗുരുവിന്റെ പാത ആയിരങ്ങൾക്ക് വിമോചന മതമായി മാറി. ഗുരുവിന്റെ ഭൗതിക ശരീരം വെണ്ണക്കല്ലിൽ പണിതീർത്ത ഈ താമര പർണശാലയിൽ ദിവ്യപൂജാ സമർപ്പണം ഏറ്റുവാങ്ങി വിശ്രമം കൊള്ളുന്നു. 2001 ഗുരുസ്ഥാനീയ ശിഷ്യപൂജിത അമൃതജ്ഞാന തപസ്വിനി ഈ ദിവ്യ സൗധത്തിന്റെ ശിലാസ്ഥാപനം നടത്തി. സ്വർണ്ണനിർമ്മിതമായ ഗുരുരൂപം പ്രതിഷ്ഠിച്ചുകൊണ്ട് ശിഷ്യപൂജിത 2010 സെപ്റ്റംബർ 12 പർണശാല മാനവരാശിക്ക് തുറന്നു കൊടുത്തു. പർണശാലയുടെ 21 ദളങ്ങൾ 12 രാശിമണ്ഡലങ്ങളും 9 ഗ്രഹങ്ങളും അടങ്ങിയ സൗരയൂഥത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ഈ സൗരയൂഥത്തിന്റെ രക്ഷകനും അധികാരിയുമായി ഗുരു പർണശാലയിൽ വിരാജിതരായിരിക്കും. ഗുരു ശയിക്കുന്ന ഈ മനോഹര സൗധത്തിൽ ഏവർക്കും ദൈവ സാന്നിധ്യം അനുഭവപ്പെടുന്നു. സഹകരണ മന്ദിരം. അടുത്തതായി നമ്മൾ നയിക്കപ്പെടുന്നത് സഹകരണ മന്ദിരത്തിലേക്കാണ്. ഗുരു ശിഷ്യ ബന്ധത്തിന്റെ ഈ രമ്യഹർമ്മ്യം ഗുരുവിന്റെ ജീവിതകാലത്ത് തന്നെ നിർമ്മിച്ചെടുത്തതാണ്. 1999 മാർച്ച് 1 ഇത് ഗുരു തൃപ്പാദത്തിൽ സമർപ്പിക്കപ്പെട്ടു. 1999 മെയ് 6 ആദ്യ സങ്കല്പത്തിൽ ലയിക്കുന്നതുവരെ ഗുരു ഇതിലിരുന്നു കൊണ്ട് ഭക്തർക്ക് ദർശനം നൽകി. ഗുരുവിന്റെ ഛായാചിത്രം പ്രദർശിപ്പിച്ചിട്ടുള്ള സഹകരണ മന്ദിരത്തിൽ ഗുരുവിന്റെ സജീവ സാന്നിധ്യവും സീമാതീതമായ സ്നേഹവും എപ്പോഴും അനുഭവവേദ്യമാണ്. ലോകത്തെ അശാന്തിയിൽ നിന്നും അനൈക്യത്തിൽ നിന്നും മോചിപ്പിക്കുവാനായി ലോക നേതാക്കൾ സഹകരണ മന്ദിരത്തിലെത്തി പരിഹാരം നേടുമെന്ന് അറിയിപ്പുകൾ വ്യക്തമാക്കുന്നു. ഈ ദിവ്യഹർമ്മ്യങ്ങൾക്ക് പുറമെ ഗുരുവിന്റെ കുടിലും ശിഷ്യർക്ക് ദർശനം നൽകി ഗുരു വസിച്ചിരുന്ന കുടിലും പവിത്ര സ്മാരകങ്ങളായി ഇവിടെ നിലനിർത്തിയിരിക്കുന്നു. ഗുരുവിന്റെ ഉദ്യാനവും ഗുരുസ്ഥാനീയ ശിഷ്യപൂജിത ഭക്തർക്ക് ദർശനം നൽകുന്ന ദർശന മന്ദിരവും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ശാന്തിഗിരി ഭക്തർക്കും സത്യാന്വേഷികൾക്കും ആത്മീയ അനുഭൂതിയുടെ മണ്ഡലമാണ്. ജാതിയുടെയും മതത്തിന്റെയും ശുഷ്കമായ സങ്കല്പങ്ങളിൽ നിന്നും മുക്തമായ ഒരു മതാതീത ആത്മീയതയുടെ പന്ഥാവ് ശാന്തിഗിരിയിൽ പ്രാവർത്തികമായിരിക്കുന്നു. ഇന്ന് സമൂഹത്തെയും കുടുംബാംഗങ്ങളെയും വളരെ അസ്വസ്ഥമാക്കുന്ന പ്രശ്നങ്ങളാണ് പ്രതീക്ഷിക്കാത്ത അപകടങ്ങൾ, മാറാവ്യാധികൾ, സാമ്പത്തിക പ്രതിസന്ധി, വൈവാഹിക പ്രശ്നങ്ങൾ, മനോരോഗങ്ങൾ, ആത്മഹത്യ, കുടുംബദോഷങ്ങൾ, ശാരീരിക വൈകല്യങ്ങൾ, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം തുടങ്ങിയവ. ഈ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ശാശ്വത പരിഹാരമായി ഗുരു തുടങ്ങിവെച്ച 2 അടിസ്ഥാന കർമ്മങ്ങളാണ് ശാന്തിഗിരിയിലെ ഗുരുപൂജയും വിവാഹവും. ഗുരുവിൽ വിശ്വസിക്കുന്ന കുടുംബങ്ങൾക്ക് ഗുരുപൂജ അഥവാ പിതൃശുദ്ധിയിലൂടെ കർമ്മദോഷങ്ങളിൽ നിന്നും കുടുംബദോഷങ്ങളിൽ നിന്നും ആരാധനാദോഷങ്ങളിൽ നിന്നും ശാശ്വത പരിഹാരം ലഭിക്കുന്നു. കുംഭം എടുത്തുള്ള പ്രാർത്ഥന, പൗർണമി വ്രതം,
തുടങ്ങിയ അനുഷ്ഠാനങ്ങളിലൂടെ വ്യക്തിയും കുടുംബവും ആത്മീയ സാധനയിലേക്കും അതിലൂടെ സങ്കല്പങ്ങളുടെ സാക്ഷാത്കാരത്തിലേക്കും നയിക്കപ്പെടുന്നു. കുടുംബദോഷങ്ങളിൽ നിന്നും ആരാധനാദോഷങ്ങളിൽ നിന്നും പിതൃദോഷങ്ങളിൽ നിന്നും മുക്തമായ കുടുംബങ്ങളിൽ തമ്മിലുള്ള വിവാഹങ്ങളിൽ കൂടി പുണ്യവും ഭാഗ്യവും ധർമ്മബോധവുമുള്ള ഒരു നവീന തലമുറ ഇവിടെ രൂപം കൊള്ളുന്നു. വധൂവരന്മാരുടെ പൊരുത്തവും ഗോത്രശുദ്ധി, പിതൃശുദ്ധി തുടങ്ങിയ വസ്തുതകൾ ഗുരുവിന്റെ മാർഗനിർദ്ദേശത്താൽ വിലയിരുത്തി നടക്കുന്ന വിവാഹത്തിലൂടെ മാത്രമേ ഒരു സ്വസ്ഥമായ കുടുംബജീവിതം കെട്ടിപ്പടുക്കാനാവൂ. ശാന്തിഗിരിയുടെ ആത്മീയത കുടുംബ ബന്ധങ്ങളിൽ അധിഷ്ഠിതമാണ്. അമ്മയാണ് ആദ്യ ഗുരു എന്ന് ഗുരു പഠിപ്പിക്കുന്നു. മാതാവ് ആത്മീയമായ അറിവുള്ളവളായിരിക്കണം. ഒരു സ്ത്രീ നന്നായാൽ ഒരു കുടുംബം നന്നാവും. നല്ല കുടുംബങ്ങളിൽ കൂടി മാത്രമേ സമൂഹം പരിവർത്തനപ്പെടുകയുള്ളൂ തുടങ്ങിയ ഗുരുവിന്റെ മഹത്വചനങ്ങൾ ശ്രദ്ധേയമാണ്. കുടുംബങ്ങളുടെയും സമൂഹത്തിന്റെയും ഉന്നമനത്തിനായി ഗൃഹസ്ഥാശ്രമ സംഘം, വിശ്വ സാംസ്കാരിക നവോത്ഥാന കേന്ദ്രം, മാതൃമണ്ഡലം, ഗുരുമഹിമ, ശാന്തി മഹിമ തുടങ്ങിയ സംഘടനകൾക്ക് രൂപം നൽകി ഗുരു കുട്ടികളെയും മാതാപിതാക്കളെയും ആത്മീയത കൈവിടാതെ ഭൗതിക പുരോഗതിയിലേക്ക് നയിക്കുന്നു. ധർമ്മത്തിലൂടെയും കർമ്മത്തിലൂടെയും ഭാഗ്യം, പുണ്യം, ഐശ്വര്യം എന്നിവ പ്രാപ്തമാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആത്മജ്ഞാനത്തിന്റെ വഴിയാണ് നവജ്യോതി ശ്രീ കരുണാകര ഗുരു നമുക്ക് നൽകിയിരിക്കുന്നത്. സമൂഹത്തിന്റെ സമൂല പരിവർത്തനത്തിന്റെയും ആത്മീയ വിമോചനത്തിന്റെയും ഈ പുതിയ പാതയിലേക്ക് ശാന്തിഗിരി ജാതി മതഭേദമന്യേ ഏവരെയും സ്വാഗതം ചെയ്യും.